ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഗുരുതരമായിട്ടുള്ള വീഴ്ചകളാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും സ്ത്രീകൾ അവരുടെ വേദനകളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവരനുഭവിച്ച വേദനകൾക്ക് തീർച്ചയായിട്ടും അവർക്ക് നീതി ലഭിക്കണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് ആരാണെന്നുണ്ടെങ്കിലും മുഖം നോക്കാതെ തന്നെ അതിന് ശക്തമായിട്ടുള്ള ഒരു നിലപാടെടുക്കണം ഗവൺമെൻറ് എന്നാണ് എനിക്ക് ആഗ്രഹം. വേട്ടക്കാരുടെ പേരുകൾ വെളിപ്പെടണം, അതിൽ കേസെടുത്ത് അന്വേഷണം നടത്തണം എന്നൊരാവശ്യമാണ് മുന്നോട്ട്. വേട്ടക്കാരുടെ പേരുകൾ അവർക്കെതിരെ വ്യക്തമായിട്ടുള്ള രേഖകളും തെളിവുകളും ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ വേട്ടക്കാരുടെ പേരുകൾ പ്രസിദ്ധീകരിക്കുന്നതിന് എന്താണ് തെറ്റ് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ആരെങ്കിലും കുറിച്ച് ഇല്ലാത്തത് വേണമെങ്കിൽ പറയാം, അത് പക്ഷേ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റണം. പക്ഷേ പ്രൂവ് ചെയ്യാൻ പറ്റുന്ന രേഖകളുള്ള കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ പേരുകൾ പുറത്തു വിടുക തന്നെ വേണം. കാരണം എല്ലാ ആണുങ്ങളും മോശക്കാരാണ് എന്നുള്ള ഒരു ചിന്ത ഉണ്ടാവാൻ പാടില്ല. ഇപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് നമ്മുടെ സൊസൈറ്റി ഒരിക്കലും മോശപ്പെട്ട ഒരു സൊസൈറ്റി അല്ല. ഒരുപാട് ആളുകൾ നെഗറ്റീവ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ആളുകളെല്ലാം നെഗറ്റീവ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമയിലും ഒരുപാട് മോശം കാര്യങ്ങൾ നടക്കുന്നത് ഇപ്പോൾ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുകയാണ് എന്ന് കരുതി സിനിമയിലുള്ള എല്ലാവരും മോശക്കാരല്ല. അപ്പോൾ ഇതിനെതിരെ നമ്മൾ എന്താണോ ഇപ്പോൾ ചെയ്യേണ്ടത് ആ കാര്യങ്ങൾ തീർച്ചയായിട്ടും എടുക്കുകയും വേണം. ഇതിനെതിരെയുള്ള ഒരു എന്താണോ ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത് ഗവൺമെന്റ് തീരുമാനിച്ച് ചെയ്യുകയും വേണം. അതായത് ഇതിൽ അന്വേഷണം നടത്തി കേസെടുത്ത് മുന്നോട്ട് പോകണം. ഇതിൽ അന്വേഷണം നടത്തുകയും കേസ് എടുക്കുകയും വേണം. ഈ പ്രതികൾ ആരൊക്കെയാണ് എന്നുള്ളത് അവർക്കെതിരെ വ്യക്തമായിട്ടുള്ള ശക്തമായിട്ടുള്ള ഈ പറഞ്ഞ പോലെ രേഖകളും തെളിവുകളും ഒക്കെ ഉണ്ടെങ്കിൽ അത് പുറത്ത് വിടുകയും വേണം. കാരണം ഇനി ഒരിക്കലും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ മറ്റുള്ള സ്ത്രീകൾക്ക് ഉണ്ടാവാൻ പാടില്ല. അല്ലെങ്കിൽ ഇനി ഇതുപോലെ അതിക്രമങ്ങൾ സ്ത്രീകൾക്കെതിരെ ചെയ്യാൻ വേണ്ടി ആർക്കും തോന്നരുത്, ഭയം ഉണ്ടാവണം. ഇന്നലെ ജനറൽ സെക്രട്ടറി വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞത് ചില ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പേരില്ലെന്ന് പറഞ്ഞു. പക്ഷേ ജഗദീഷ് പറഞ്ഞു ഈ ഒറ്റപ്പെട്ട സംഭവങ്ങളെന്ന് പറഞ്ഞ് അതിനെ ലഘൂകരിക്കാൻ കഴിയില്ല എന്നും പറഞ്ഞു. ഇതിലെങ്ങനെയാണ്? എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള കാര്യം ഇത് ഒറ്റപ്പെട്ട സംഭവമായിട്ട് തോന്നിയിട്ടില്ല. ഇത് പല സ്ഥലങ്ങളിൽ നിന്നും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, പലരും പരാതി കൊടുക്കാൻ മടിച്ചിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് തന്നെ ചില മെസ്സേജുകൾ വന്നിട്ടുണ്ട്. ഞാൻ തക്കതായിട്ടുള്ള പ്രതികരണം സ്പോട്ടിൽ തന്നെ നടത്തുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് പിന്നീട് താങ്കൾക്ക് ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു ഇതുണ്ടായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. സിനിമാ മേഖലയിൽ നിന്ന് മാത്രമല്ല, നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ സ്ത്രീകൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണത്. ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആ നമ്പർ അറിയാത്ത നമ്പറിൽ നിന്ന് മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കുക. ഈ എല്ലാ സ്ഥലങ്ങളിൽ നിന്നുണ്ട്, സിനിമയിൽ നിന്ന് മാത്രമല്ല. അപ്പോൾ എവിടെ നിന്നാണെന്നുണ്ടെങ്കിലും ഞാൻ തക്കതായിട്ടുള്ള മറുപടി ആ സ്പോട്ടിൽ കൊടുക്കാറുണ്ട്. പിന്നീട് ആ വഴിക്ക് ആ ആൾക്കാരെ ഞാൻ കാണാറ് പോലുമില്ല. അപ്പോൾ എനിക്കിതുപോലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ വേറെ ചാനലിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹം അങ്ങനെ മെസ്സേജ് അയച്ച സമയത്ത് ഞാൻ തിരിച്ച് തക്കതായിട്ടുള്ള മറുപടി പറയുകയും ചെയ്തിട്ടുണ്ട്. ഇന്നേ വരെ ഞാൻ അയാളെ പിന്നെ കണ്ടിട്ടുമില്ല. അപ്പോൾ നമ്മൾ എടുക്കേണ്ട നിലപാട് ആ ഒരു സമയത്ത് തന്നെ എടുക്കേണ്ടതാണ്. നമ്മൾ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കണം. ഇത് വൈകിപ്പോയി എന്നൊരു വിമർശനം ഉണ്ടല്ലോ. ഇപ്പോൾ ഇത് റിപ്പോർട്ട് പുറത്തു വരാൻ വൈകിപ്പോയതിലാണ് ഏറ്റവും വിഷമമുള്ളത്. കാരണം ഇതൊരു 5 വർഷത്തോളമായി ഈ റിപ്പോർട്ട് ഇങ്ങനെ മൂടി വെക്കപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. 2019 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ട് 2024 ഈ റിപ്പോർട്ട് പുറത്തു വരിക എന്നുള്ളത് ഭയങ്കര വിഷമമുള്ളൊരു കാര്യം. അതും വിവരാവകാശ നിയമപ്രകാരമാണ് വന്നിരിക്കുന്നത്. ഇത് റിപ്പോർട്ട് ഉണ്ടാക്കിയ ആൾക്കാർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു, ഇത്രയും കോടികൾ ചെലവഴിച്ചു എങ്കിൽ ഇത് പുറത്തു വിടേണ്ടതായിരുന്നല്ലോ. അപ്പോൾ ഇത്രയും വർഷമാണ് ഈ ഒരു നീതി ലഭിക്കാതെ പോയിരിക്കുന്നത്. അത് ഉടനടിയെങ്കിലും ഇനിയെങ്കിലും കിട്ടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അമ്മയുടെ പ്രതികരണം വൈകിപ്പോയി എന്നൊരു ആക്ഷേപമുണ്ടല്ലോ. തീർച്ചയായിട്ടും ഇപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള പല ആർട്ടിസ്റ്റുകളും പല സ്ഥലങ്ങളിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കമ്മിറ്റി കൂടാനുള്ള ഒരു അവസരം എല്ലാവർക്കും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ലേറ്റായി പോയത്. അത് മാത്രമല്ല അമ്മ ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ ഷോയുടെ റിഹേഴ്സലും കാര്യങ്ങളും ആ ഷോ ഒരു 3 ഡേയ്സ് നീണ്ടു നിൽക്കുന്നതായിരുന്നു. അതിൻ്റെ മുന്നേ ഒരു 4 ഡേയ്സ് റിഹേഴ്സൽ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നീണ്ടുപോയത്. അതോടൊപ്പം ഈ അവസാനമായി രഞ്ജിത്തിനെതിരെ ഗുരുതരമായിട്ടുള്ളൊരു ആരോപണം ഇപ്പോൾ വന്നിരിക്കുകയാണ്. സംവിധായകനെതിരെ ബംഗാളി നടിയാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ എന്താണ് താങ്കളുടെ? കൃത്യമായ രേഖകളും തെളിവുകളും ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പരാതി സ്വീകരിക്കുകയും, പരാതിപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ പരാതി സ്വീകരിക്കണം. ആ പരാതിയിൽ മേൽ അന്വേഷണം ഉണ്ടാവുകയും അതിൻ്റെ തുടർ നടപടികൾ എന്താണോ ചെയ്യേണ്ടത് ചെയ്യാൻ വേണം. സർക്കാർ ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തണം, പ്രഖ്യാപിക്കണം. തീർച്ചയായിട്ടും സർക്കാർ ഇതിൽ അന്വേഷണം പ്രഖ്യാപിക്കണം. കാരണം ഗുരുതരമായിട്ടുള്ളൊരു ആരോപണമാണ് ഒരു ആക്ട്രസ് ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ അന്വേഷണം വേണമെന്നുള്ളത് കമ്പൽസറിയാണ്. അതോടൊപ്പം തന്നെ ഈ ചുമതലയിൽ നിന്ന് മാറി നിൽക്കണമെന്നൊരാവശ്യം ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ധാർമ്മികതയുടെ പേരിൽ അദ്ദേഹം. അത് ഞാനല്ലല്ലോ തീരുമാനിക്കേണ്ടത്, അത് സ്വയം തീരുമാനിക്കേണ്ടതാണ്. ഞാൻ ഈ ചുമതലയിൽ നിൽക്കണോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് മാറി നിൽക്കണോ എന്നുള്ളത് സ്വന്തം യുക്തിക്കനുസരിച്ച് തീരുമാനിക്കേണ്ടതാണ്. അത് അദ്ദേഹം തീരുമാനിക്കട്ടെ.